ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. അപ്പം ഹണി റോസ് ഇന്ന് വളരെ കൃത്യമായിട്ട് പേര് വ്യക്തമാക്കിക്കൊണ്ട് തന്നെ നിയമ നടപടിക്ക് പോകും എന്നുള്ളത് പോസ്റ്റ് ഇട്ടിട്ട് നിങ്ങളെല്ലാവരും അത് ശ്രദ്ധിച്ച് കാണുമെന്ന് വിചാരിക്കുന്നു. അതെ, വായിൽ കിടക്കുന്ന നാവ് വെച്ചിട്ട് മറ്റുള്ള ആൾക്കാരെ എന്തും പറയാമെന്ന് കരുതുന്ന ചില മനോരോഗികൾക്കുള്ള താക്കീത് എന്ന് തന്നെ നമുക്ക് പറയാം. ചില മനോരോഗികളുണ്ട്, ലേഡീസിൻ്റെ, അതായത് ഏത് പ്രായത്തിലുള്ള ലേഡീസിനെ കണ്ടു കഴിഞ്ഞാലും വൃത്തികേട് മാത്രം പറയുന്ന കുറേ ഞരമ്പ് ഈ മനോരോഗികളുണ്ട്. അപ്പോൾ അവർക്ക് കിട്ടുന്ന തലക്കുള്ള ഒരു അടി തന്നെയാണ് ഈ ഒരു സംവിധാനം, അല്ലേ? എൻ്റെ അഭിപ്രായം ഞാൻ പറയുന്നത്, നിങ്ങളെ അഭിപ്രായം കൂടി നിങ്ങൾ പറയണം. സാധാരണക്കാർ എന്ത് കൊടുത്തു കഴിഞ്ഞാലും ഒരു വിലയൊന്നും ഉണ്ടാവില്ല. അത് നമ്മളെ പിണറായി വിജയൻ പോലീസല്ലേ, ഒരു കാര്യമില്ല എന്നറിയാം. പക്ഷേ ഹണി റോസ് ചെയ്തത് വളരെ നല്ലൊരു കാര്യമെന്ന് തന്നെയാണ് 100%. അത് ഞാൻ സല്യൂട്ട് പറയുന്നു. ആദ്യം തന്നെ, പിന്നെ ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ കാര്യത്തിലേക്ക് കടക്കാം നമുക്ക്. അതെ, 3-4 ദിവസങ്ങളായിട്ട് ഇപ്പം ഹണി റോസാണല്ലോ വിഷയം. ഹണി റോസിനെ വളരെ മോശമായിട്ട് വ്യക്തിഹത്യ ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് ഹണി റോസ് കേസ് കൊടുത്തത്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, എന്തുകൊണ്ട് ഇത്രയും ദിവസം നീട്ടി, ഇത്രയും ദിവസം. അതേ നീട്ടം വേറൊന്നും കാരണം കൊണ്ടായിരിക്കില്ല, താങ്കളുടെ പൊസിഷൻ വെച്ചിട്ടായിരിക്കും. താങ്കളെ പേടിയുണ്ടാവും. എല്ലാ ആൾക്കാരെയും ആക്ഷേപിക്കുന്ന ഒരു അങ്ങയല്ലേ അങ്ങ് ആണല്ലോ അല്ലേ? അതെ, ബോച്ചനെ പറ്റിയിട്ട് തന്നെയാണ് പറയുന്നത്. ഈ ദ്വയാർത്ഥ പ്രയോഗം നടത്തിയിട്ട് സ്ത്രീകളെ അപമാനിക്കുന്നത് ചിലരുടെ സ്വഭാവം തന്നെയാണ്. അതും ഇന്നും ഇന്നലെയും തുടങ്ങിയ സ്വഭാവമൊന്നുമല്ല, വർഷങ്ങൾക്ക് മുന്നേ തുടങ്ങിയതാണ്. ചിലരുടെ സ്വഭാവം മാറ്റാൻ പറ്റില്ല. ചിലരുടെ വീട്ടിൽ നിന്നുണ്ടാക്കുന്ന സ്വഭാവമാണ് ഈ പുറത്തുള്ള ലേഡീസിനെ കാണുമ്പോഴൊക്കെ ഇവറ്റകൾക്ക് തോന്നുന്നത്. എന്താ, ശരിയല്ലേ സുഹൃത്തുക്കളെ? ഹണി റോസിൻ്റെ പരാതിയിൽ കമൻ്റിട്ടവനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ആയിരിക്കണം ബോബി ചെമ്മന്നൂരിനെയും അറസ്റ്റ് ചെയ്യേണ്ടത്. അത് കേരള പോലീസിൻ്റെ മിടുക്ക് പോലെ ഇരിക്കും, അല്ലേ? പൈസയുള്ളവന് ഇവിടെ ഒരു കാര്യമില്ല. കാരണം അവനൊക്കെ ഇവിടെ എന്താ പറയേണ്ടത്, പുഷ്പം പോലെ ഇറങ്ങിച്ചെല്ലാവുന്നതാണ്. സാധാരണ, അതായത് കമൻ്റ് ഇട്ടത് ഏതെങ്കിലും ഒരു അലവലാതിയാണെങ്കിൽ ഇവനൊക്കെ കോടതിയിൽ നിന്ന് ഇറങ്ങി നിൽക്കാനേ സമയം ഉണ്ടാവും. പക്ഷേ ഇവനെ പോലെയുള്ള ആൾക്കാരല്ലേ, ബേബി ചെമ്മന്നൂരിലെ പോലെയുള്ള ആൾക്കാർ ഒന്നും നടക്കൂല. കാരണം എന്താ, പൈസയുണ്ട്. പിന്നെ പിണറായിൻ്റെ വലം കൈയും. പിന്നെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ സുഹൃത്തുക്കളെ, ഉണ്ടോ? ഹണി റോസ് കൊടുക്കുന്ന പരാതിയിൽ ഒരു പക്ഷേ വേഗം തന്നെ പരാതി അങ്ങ് എടുക്കും. പക്ഷേ മറ്റുള്ള നമ്മളെപ്പോലെയുള്ള സ്ത്രീകൾ കൊടുക്കുന്ന പരാതിയിലൊന്നും അനങ്ങൂല. എന്തുകൊണ്ടാ? പിണറായി പക്ഷമല്ലാത്തത് കൊണ്ട്. എന്തായാലും എതിരാളിക്ക് കാശും പണവും ഒക്കെ പിടിപാടും ഒക്കെ ഉണ്ട് എന്ന് അറിഞ്ഞിട്ടും ഹണി റോസ് പരാതിയുമായിട്ട് മുന്നോട്ട് പോയതിന് നല്ലൊരു ബിഗ് സല്യൂട്ട് നമുക്ക് ഹണി റോസിന് കൊടുക്കാം. എന്താ ലേഡീസേ, എല്ലാ ലേഡീസിനോടാണ് ചോദിക്കുന്നത്. എന്താ, നല്ല കാര്യമല്ലേ? യെസ്, നല്ല കാര്യം തന്നെയാണ്. ഇവറ്റകളുടെ ഈ ഇങ്ങനെയുള്ള കാണിക്കുന്ന ആൾക്കാരെ സമൂഹത്തിന് മുന്നിൽ തുറന്നു കാട്ടുക തന്നെയാണ് വേണ്ടത്. സത്യസന്ധമായിട്ട് തന്നെ പറയുകയാണ്. കാരണം ഈ ഒരു ലേഡിയുടെ ശരീരം കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞാനൊരു കാര്യം സുഹൃത്തുക്കളോട് ചോദിച്ചോട്ടെ, നമ്മളൊരു പുരുഷന്മാരുടെ ശരീരം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും കളിയാക്കുന്നുണ്ടോ? ഇങ്ങോട്ട് പറഞ്ഞല്ലേ നമ്മൾ അങ്ങോട്ട് പറയാറുള്ളൂ. ആണോ അല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് പറയാം. ഏതൊരു സ്ത്രീയുടെ ശരീരം കണ്ടു കഴിഞ്ഞാലും ഉടനടി അത് വ്യക്തിഹത്യയോ അല്ലെങ്കിൽ ബോഡി ഷേമിങ്ങോ നടത്തുന്ന MC പോലെയുള്ള ആൾക്കാരെയും അറസ്റ്റ് ചെയ്യണമെന്നാണ് ഞാൻ ഇവിടെ എൻ്റെ ഇതൊന്ന് പറയുന്നത്. കാരണം എന്നെയൊക്കെ ഒരുപാട് ബോഡി ഷേമിങ് നടത്തിയിട്ടുള്ള ഒരു വ്യക്തി MC എൻ്റെ ഫോട്ടോ വെച്ചിട്ട് ദുരുപയോഗം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനെതിരെ ഞാൻ പോലീസ് കേസ് കൊടുത്തിട്ട് വരെ ഒരു പോലീസുകാരനും ഒരക്ഷരം പോലും മിണ്ടിയിട്ടില്ല. പക്ഷേ ഈ കേസ് ഹണി റോസിൻ്റെ ഈ ഒരു വിഷയം വന്നതോട് കൂടിയിട്ട് ഞാൻ കൃത്യമായിട്ട് ഞാൻ ചോദിച്ചിരിക്കും. MC എൻ്റെ ഫോട്ടോ വെച്ചിട്ട് വൾഗറായിട്ട്, വളരെ മോശമായിട്ട്, വ്യക്തിഹത്യ പോലും ചെയ്യേണ്ട വിധത്തിലാക്കി തീർത്തത്. അതുകൊണ്ട് കേരള പോലീസിനോട് ഒരൊറ്റൊരു ചോദ്യം ഞാൻ ചോദിക്കുകയാണ്. ബാക്കിയുള്ള കേസൊക്കെ അവിടെ നിൽക്കട്ടെ, MC പോലെയുള്ള ആൾക്കാർക്കെതിരെ പരാതി ഞാൻ കൊടുത്തു. എന്തിന്? സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് നിങ്ങൾ എന്ത് ഉണ്ടയാണ് എടുത്തത് എന്നാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്. എന്ത് കേസാണ് നിങ്ങൾ എടുത്തത് എന്നുള്ളത് നിങ്ങൾക്ക് പേടിയാണോ? ഞാൻ കേരള പോലീസിൻ്റെ ആൾക്കാരൊക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് ഇവിടെ ഒന്ന് വന്നിട്ട് നിങ്ങൾ അഭിപ്രായം പറയൂല എന്നറിയാം. പക്ഷേ എൻ്റെ ഈ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടാവുമല്ലോ,
എന്തുണ്ടയാണ് നിങ്ങളെടുത്തത്? ഹണി റോസ് വലിയൊരു സിനിമാ നടി ആയതുകൊണ്ടായിരിക്കും അവരുടെ കേസൊക്കെ നല്ല രീതിയിൽ പുഷ്പം പോലെ എടുത്ത് നിൽക്കുന്നത്, എല്ലാവരെയും അറസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ നമ്മളൊക്കെ കൊടുത്ത കേസിൽ നിങ്ങൾ എന്ത് തീരുമാനമാണ് എടുത്തത് എന്നുള്ള അറിയാനുള്ള ഒരു ഇത് ചോദിച്ചു പോവാന്ന് അടിയൻ. അപ്പം മറുപടി പ്രതീക്ഷിക്കുന്നു. നമസ്കാരം.